താല്പര്യം കണ്ടിട്ട് ഇറങ്ങിയതാണ്. മോഹൻലാലിൻ്റെ പടമാണ്. തരുൺ മൂർത്തി ശരിക്കും ഒരു ഫാൻ ബോയ് ഡയറക്ഷനായിരുന്നു. ഏത് പടം കണ്ടാലും അതിൻ്റെ ഒരു രോമാഞ്ചം വിടാത്ത ടൈപ്പ് ഒരു ഫീല് പടമാണ്. മോഹൻലാൽ ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ തന്നെ ഒരു പടം തന്നെയാണ്. പല കാലങ്ങളായി നമ്മൾ കാണുന്നത് വെച്ചാൽ പല സീനുകളും കണ്ടതിൻ്റെയും പിന്നെ ശോഭനയും മോഹൻലാലും തമ്മിലുള്ള കോമ്പിനേഷൻ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. വയലൻസ് ഉണ്ട്, പിന്നെ അതിപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ട്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ്. കണ്ടിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഒരു സീനെ കണ്ടിട്ട് നമുക്ക് രോമാഞ്ചം വരും. പിന്നെ അതിനിടയ്ക്ക് മോഹൻലാലിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പടം കണ്ടിറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടാണോ ആൾക്കാർ ഇറങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ പടം നല്ലതാണോ കഴിഞ്ഞാൽ ആണ്. ശോഭനയുടെ ഒരു കുറച്ച് ഒന്ന് രണ്ട് സീനുണ്ട്, അത് പറയാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല സൂപ്പറാണ്. മോഹൻലാൽ ശോഭനയായിട്ട് കോമ്പിനേഷനായിട്ട് വരുന്ന സീനൊക്കെ നമുക്ക് വളരെ എന്താ പറയുക പിന്നെയും കാണാൻ തോന്നുന്ന ടൈപ്പ് നല്ലൊരു വൈബാണ് പടം. പറയാനുള്ളത് വില്ലൻ. ഇതിൽ ഈ പടം ഇത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് തോന്നണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലൻ്റെയും കൂടിയാണ്. ആ വില്ലൻ്റെ ഒരു ലെവലിൽ അത്രയും ശക്തമായിട്ട് നിൽക്കാനാണ് മോഹൻലാലിനെയും അത്രയും ഇതായിട്ട് തോന്നുന്നത്. മോഹൻലാലിനോട് ഒപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു ശക്തനായ വില്ലൻ പ്രകാശ് വർമ്മ ഫസ്റ്റ് പടമാണെങ്കിലും അടിച്ച് തകർത്തുണ്ട്. അതാണ് ഈ പടത്തിലെ മെയിൻ ഗുണം.